കാരണം നമ്മളിപ്പോൾ 2 ഗ്രാമാണ് നമ്മൾ SOP എടുത്ത്, അതിൻ്റെ കൂടെ തന്നെ അവർ 2 ഗ്രാമോ അല്ല 5 ഗ്രാമോ NPK എടുത്ത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ടൈമിൽ SOPയിലും NPKയിലും പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാഷിൻ്റെ അളവ് കൂടും. നിങ്ങൾ പടവലാണെങ്കിലും പാവക്ക അങ്ങനത്തെ കൃഷികൾ ചെയ്യാന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ മാത്രം വെള്ളം കൊടുക്കുക. ഇനി ചിലപ്പോൾ നല്ല ചൂടുള്ള ടൈമിൽ മാത്രം ഡെയിലി വെള്ളം കൊടുത്താൽ മതി. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, പലരും കുറച്ച് ആൾക്കാർ പറയുന്നതാണ് ഈ SOP വളം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകൾ കരിഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മളെ പച്ചക്കറി കൃഷിയിൽ ഈ വള്ളിച്ചെടികൾ ഉണ്ടല്ലോ, ഈ പടവലം, പാവക്ക, പയറൊക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലകളും തണ്ടും അതേപോലെ കായൊക്കെ മഞ്ഞളിച്ച് പോകുന്നു, അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പലരും ചോദിച്ചിരുന്നു കമൻറ്റിലും അതേപോലെ വാട്സാപ്പിലൊക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, ഇപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഒന്നല്ല 2-3 സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം SOP നമ്മൾ സ്പ്രേ ചെയ്താൽ ഇലകൾ കരിഞ്ഞു പോകുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, SOP എന്നല്ല, ഏത് വളം ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന ഏത് രാസവളമാണെന്നുണ്ടെങ്കിലും നമ്മൾ ശരിയായ രീതിയിലല്ല നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെടീൻ്റെ തളിരിലകൾ കരിഞ്ഞു പോവാം, അതേപോലെ ഇലകളിൽ മറ്റേ കരിഞ്ഞ പോലെ ഡോട്ടായിട്ട് വരാം, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ചൂട് കൂടിയിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ 7 മണിൻ്റെ മുന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ 7 മണി 7:30 ആവുന്ന ടൈമിൽ തന്നെ സൂര്യപ്രകാശം ഒരു അത്യാവശ്യം വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തണുപ്പ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു 8 മണി വരെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ അന്തരീക്ഷം ചൂടായി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 7-8 മണി വരെ നമുക്ക് ടൈം എടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചൂട് കാലത്ത് എല്ലാ ടൈമിലും നമ്മൾ ചെയ്യണം, എന്നാലും ചൂട് കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് വളം സ്പ്രേ ചെയ്യുന്നതിന് മുന്നായിട്ട് ആദ്യം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഇലകളൊന്ന് നനയ്ക്കണം. നനച്ചതിന് ശേഷമാണ് നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചൂട് കാലത്ത് വെച്ചാൽ മാർച്ച് മാസം, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ ആണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലകൾ കരിയാം, ഇലകളിൽ ഡോട്ടുകളായിട്ടും വരാം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന വളത്തിന്റെ അളവിലാണ് കേട്ടോ. അളവ് നമുക്ക് ലേശം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണവശാലും നമ്മൾ അളവ് കൂടരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര ആണ് എടുത്തതെന്ന് പറയുമ്പോൾ പറയും, ഞാൻ 5 ഗ്രാം എടുത്ത് അല്ലെങ്കിൽ 8 ഗ്രാം എടുത്ത്. ഞാനൊരു അളവ് എടുത്തിട്ടില്ല, ഒരു ഏകദേശം ഒരു സ്പൂൺ. അപ്പോൾ സ്പൂണൊക്കെ നോക്കുന്ന ടൈമിലായി ചിലപ്പോൾ 10 ഗ്രാമോ 15 ഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ ഈ 15 ഗ്രാമൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് നേരിട്ട് ഒരു 8-8:30 സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇല കരിയാൻ വേറെ എവിടെയും പോകണ്ട. ഇല കരിയും, ഇലകളിൽ ഡോട്ടുകൾ വരും, കരിഞ്ഞ പോലെ ബ്രൗൺ രൂപത്തിൽ ഇങ്ങനെ ഡോട്ടുകൾ വരും, പിന്നീട് അത് ആ ഇല കരിഞ്ഞു പോകും, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അളവ് എപ്പോഴും, ഇപ്പോൾ ഏത് വളം ഞാൻ അധിക വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, ഞാനെന്നല്ല ഒട്ടുമിക്ക എല്ലാവരും കൃഷി അറിയുന്ന എല്ലാവരും പറയുന്നതാണ് 2 ഗ്രാം ടു 5 ഗ്രാം. അയച്ചാൽ ഈ 2 ഗ്രാമാണ് നമ്മൾ ശരിക്കും സാധാരണ നോർമലി നമ്മൾ ഒരു ചെടിക്ക് കൊടുക്കേണ്ടത്. പിന്നെ ആ ചെടിക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്, അത്യാവശ്യം വലിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഗ്രാം വരെ എടുക്കാം. പക്ഷെ 5 ഗ്രാം വരെ എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല ആദ്യം ഒന്ന് നനച്ച് കൊടുക്കണം. ഒരു 6-6:30 7 മണിൻ്റെ മുന്നായിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഫൈൻ സ്പ്രേ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫൈൻ സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രേയറിൽ ലാസ്റ്റ് മോഡ് ഉണ്ടാവും, ജസ്റ്റ് എയർ വരുന്ന രൂപത്തിലുള്ള ആ ഒരു രൂപത്തിൽ മാത്രമേ നമ്മൾ ചെടികളിൽ വളങ്ങൾ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ചെടി കുളിപ്പിച്ചും കൊണ്ട് നമ്മൾ വളങ്ങൾ ഇലകളിൽ സ്പ്രേ ചെയ്യരുത്. ഇപ്പോൾ പലരും എന്നോട് പറയാറുള്ളതാണ്, കാരണം സ്പ്രേ ബോട്ടിലില്ല, അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് മേലെ ചെടീൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കലാന്നുള്ളത്. അതൊക്കെ ദോഷമാണ്. അങ്ങനെയൊന്നും നമ്മൾ രാസവളങ്ങൾ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ചിലരുണ്ട് 2-3 വളങ്ങൾ ഒപ്പരം മിക്സ് ചെയ്തിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് ടൈമില്ല, അപ്പോൾ ഒപ്പരം സ്പ്രേ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തതിലുള്ള ദോഷം എന്താ വെച്ചാൽ, നമ്മൾ ഡോസേജ് കൂടും. കാരണം നമ്മളിപ്പോൾ 2 ഗ്രാമാണ് നമ്മൾ SOP എടുത്ത്, അതിൻ്റെ കൂടെ തന്നെ അവർ 2 ഗ്രാമോ അല്ല 5 ഗ്രാമോ NPK എടുത്ത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ടൈമിൽ SOPയിലും NPKയിലും പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടാഷിൻ്റെ അളവ് കൂടും. മനസ്സിലായില്ലേ? അങ്ങനെ 2-3 വളങ്ങൾ നമ്മൾ ഒപ്പരം സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. നമ്മളെപ്പോഴും സിംഗിളായിട്ട്, ഇപ്പം നിങ്ങളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആ ചെടിക്ക് മറ്റു മൂലത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിരാവിലെ തന്നെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതിൽ യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ഒരുമിച്ച് നമ്മൾ കൊടുക്കരുത്. ഇനി അങ്ങനെ ഒരുമിച്ചുള്ള കോംപ്ലക്സ് വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ. കാരണം അതങ്ങനെ തന്നെ റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ കണ്ടന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടിരിക്കും അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, പലരും പറയുന്നതാണ് SOP അതേപോലെ തന്നെ ബോറോളൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ പറയും.
ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകൾ കരിയുന്നുണ്ട്, അതെന്തുകൊണ്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് കാരണം ചിലപ്പോൾ ആ ചെടിക്ക് ബോറോൺ ആവശ്യമില്ലായിരിക്കുക, നമ്മളെ തെറ്റിദ്ധാരണ ആയിരിക്കും ആ ചെടിക്ക് ബോറോൺ വേണമെന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഡോസ് കൂടിയതായിരിക്കും, അല്ലെങ്കിൽ നേരം തെറ്റിയിട്ടുള്ള ഒരു ടൈമിൽ ഡ്രൈ ആയിട്ടുള്ള ലീഫിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതായിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സൂര്യപ്രകാശം അയച്ചാൽ കറക്റ്റ് സൂര്യൻ ഉദിച്ചു വരുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫലം കിട്ടുക. കാരണം ആ സൂര്യൻ ഉദിച്ചു വരുന്ന ടൈമിൽ തന്നെ പ്രകാശ സംശ്ലേഷണം വഴി ഇലകളിലുള്ള ഹോളുകളുണ്ട്, ഇലകളിലൊക്കെ ചെറിയ ഹോളുകളുണ്ട്, അതിന് സ്റ്റൊമാറ്റോ എന്ന് പറയും. അപ്പോൾ അതിലൂടെയാണ് വളങ്ങൾ രാവിലെ തന്നെ ചെടി ഇല വലിച്ചെടുക്കുക. അപ്പോൾ അവിടുന്ന് തന്നെ അന്നജം പാകം ചെയ്ത് ചെടികളുടെ തണ്ടിലേക്കും അതേപോലെ കായ് ഉണ്ടെങ്കിൽ കായിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. മറ്റേത് നമ്മൾ മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ കൊടുത്ത വളങ്ങൾ വേരുകളിലൂടെ വലിച്ചെടുത്ത് അത് ഇതേപോലെ തന്നെ ഇലകളിൽ വന്നിട്ട് ഇലകളിൽ അന്നജം പാകം ചെയ്തിട്ടാണ് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളിൽ കൂടി അത് വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കാരണം മണ്ണിലൂടെ ചിലപ്പോൾ പല കാരണത്താൽ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റാതൊക്കെ വരാം. മണ്ണ് അസിഡിക് ആണെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റാതെ വരാം, വേരിന് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റാതെ വരാം. അപ്പോൾ ഇലകളിൽ കൂടി നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഹിച്ച ഇലകളിൽ കൂടി നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ്, ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഈ വള്ളിച്ചെടികൾ ഉണ്ടല്ലോ, പാവക്ക, പടവലം, പയർ, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു അത്യാവശ്യം വളർച്ച എത്തുന്ന ടൈമിൽ പൂക്കുന്നതിന് മുന്നായിട്ട് ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നത്, തണ്ടിലൊക്കെ മഞ്ഞളിപ്പ് വരുന്നത്, അതിന്റെ കാരണം എന്താണ്? അതുപോലെ ചിലർ പറയും കായ് ആയി വന്ന അതിന് പൂവിടും, പക്ഷെ മഞ്ഞളിപ്പ് ഉണ്ടെങ്കിലും പൂവിടും, പൂവിട്ട് കായ് ആയി കഴിഞ്ഞാലും ഇപ്പൊ പാവക്കൊക്കെ കായ് ആയി വരുമ്പോൾ തന്നെ മഞ്ഞളിച്ച് പോകുന്നു, ഇതെന്താ കാരണം? അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതാണ്, അത് നമ്മൾ മാറ്റി നിർത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വള്ളിച്ചെടികൾക്ക് അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കാരണം വെള്ളം അമിതമായി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ തണ്ടിൽ വെള്ളം ശേഖരിച്ചു വെക്കും. ഈ വള്ളിച്ചെടികളിലെ എല്ലാ തണ്ടിലും വള്ളികളിലൊക്കെ വെള്ളം ശേഖരിച്ചു വെക്കും. അങ്ങനെ ശേഖരിച്ചു വെക്കുമ്പോഴാണ് ഇത് ഇലകളിലെ മഞ്ഞളിപ്പും തണ്ടിലും മഞ്ഞളിപ്പും ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ പൂവിടുട്ടോ, പൂവിടൂല എന്നൊന്നും പറയുന്നില്ല, പൂവിടും. ചിലപ്പോൾ പൂവ് വാടിപ്പോവും, അല്ലെങ്കിൽ പൂവ് ഇനി കായ് ആയി കഴിഞ്ഞാലും കായൊക്കെ ഈ മഞ്ഞളിപ്പായിട്ട് വരുന്നത്, വലുപ്പം വെക്കുന്നതിന് മുന്നേ തന്നെ മഞ്ഞ കളറായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വള്ളിച്ചെടികൾ ഇപ്പോൾ ഇമാരി കൃഷികൾ, പടവലാണെങ്കിലും പാവക്ക അങ്ങനത്തെ കൃഷികൾ ചെയ്യാന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ മാത്രം വെള്ളം കൊടുക്കുക. ഇനി ചിലപ്പോൾ നല്ല ചൂടുള്ള ടൈമിൽ മാത്രം ഡെയിലി വെള്ളം കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുത്താൽ മതി, പ്രത്യേകിച്ച് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർ കേട്ടോ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് മഞ്ഞളിപ്പ്, ഇപ്പോൾ ശ്രദ്ധിക്കാതെ മഞ്ഞളിപ്പ് വന്ന് എന്നുണ്ടെങ്കിൽ അതിന്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ശിഖരങ്ങൾ വരുമല്ലോ, ആ പുതിയ ശിഖരങ്ങൾ വള്ളികൾ വരുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത വെള്ളമൊക്കെ അതിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോഴും നമുക്ക് മഞ്ഞളിപ്പ് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ മൂലമാണ് ഈ മഞ്ഞളിപ്പ് വന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ആ തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ഇലകളൊക്കെ ആ മഞ്ഞളിപ്പുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സൂഡോമോണസ് വൈകുന്നേരങ്ങളിൽ പൗഡർ ആണെങ്കിൽ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലിക്വിഡ് ആണെങ്കിൽ 5 ml എടുത്താൽ മതി സൂഡോമോണസ്. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം മറ്റു വളങ്ങളൊന്നും നമ്മൾ കൊടുക്കാതിരിക്കാം. മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കട്ടെ. കാരണം മണ്ണിൽ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ ഏത് വളങ്ങളാണെങ്കിലും സൂക്ഷ്മജീവാണു വളങ്ങളാണെങ്കിലും നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്